രക്ഷിതാക്കളിൽ പലരും പറയുന്നതാകുന്ന പ്രശ്നം, ഉസ്താദേ എന്റെ മകനെ ഞാൻ ഇന്ന സ്ഥലത്ത് വിട്ടു, പഠിക്കാൻ വേണ്ടി വിട്ടതാണ്. ബാംഗ്ലൂരിലും എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അയച്ചിട്ട് എഞ്ചിനീയർ പഠിക്കുന്ന മകൻ, MBBS പഠിക്കുന്ന മകൻ വീട്ടിലെത്തിയപ്പം മെലിഞ്ഞ ഒട്ടകത്തിന്റെ കഥ ഉസ്താദ് പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലത്തെ അവസ്ഥയാണ് എന്റെ മകനുള്ളത്, മെലിഞ്ഞിരിക്കുന്നു. അവന് ഞാൻ നല്ല മന്തി വെച്ചു കൊടുത്തു, ദിവസങ്ങൾ കൊണ്ടാണൊന്ന് പുഷ്ടിപ്പെടുത്താൻ നോക്കുന്നത്, ശരിയാകുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? ഹോസ്റ്റലിൽ പോയിട്ട് ഹുക്ക വലിക്കുകയാണ്, സാധനം അടിച്ച് കിറുകിയിരിക്കുകയാണ്, നെഞ്ച് മുഴുവൻ മറ്റേ സാധനമാണ്. കഞ്ചാവ് അടിക്കുന്നവൻ മെലിയും, ആദ്യം പഠിച്ചു. കഞ്ചാവ് അടിക്കുന്നവനും ലഹരി പഠിക്കുന്നവരും ഒക്കെ മെലിയും. മക്കളിൽ പല ആളുകളും അത്തരത്തിൽ ശാരീരികമാകുന്ന മെലിച്ചിലുണ്ടാകുമ്പോ രക്ഷിതാക്കൾ ശ്രദ്ധിക്കാതെ പോകരുത്. നിങ്ങൾ ഫേസ്ബുക്കും വാട്സാപ്പും ഇൻസ്റ്റഗ്രാമും ഇല്ലാത്ത പാവപ്പെട്ടതാകുന്ന പഴഞ്ചനഹലുകാർ നിങ്ങളെ പറ്റിക്കാൻ ഈ സമൂഹത്തിലെ നവജാതികളാകുന്ന പ്രിയപ്പെട്ടതാകുന്ന നവീനരാകുന്ന മക്കൾക്ക് സാധിക്കും. അവർ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പാടെ കയ്യിലോട്ട് മൊബൈൽ കൊടുക്കാൻ, എന്റെ മൊബൈൽ ചെക്ക് ചെയ്തു, അപ്പൊ ഇരുന്ന് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ഒന്നുമില്ല. ഉമ്മ പറയും എന്തോ നമ്മുടെ കുട്ടികൾക്ക് ഒന്നുമില്ല കേട്ടോ, ഒരു പാട്ടെങ്കിലും കെട്ടി കൊടുക്കണം, ഒന്നുമില്ല. ഇപ്പം വേറെ ആപ്പ് വെച്ചിട്ട് വാപ്പാക്ക് ടാപ്പാണ്, വേറെ ആപ്പിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുക, ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനത്തെ ആപ്പുകളുണ്ട്. അത് വാപ്പാക്ക് ഒരു ആപ്പായി മാറി. അള്ളാഹു ആക്കട്ടെ. ആപ്പ കിടന്ന് തപ്പാണ്, മൊത്തം തപ്പിയിട്ട് എവിടെ കിട്ടാൻ. അതിനകത്തുള്ള എങ്ങാണം കണ്ടു കഴിഞ്ഞാൽ അപ്പ മരിച്ചു, വേഗം കബറ് കുത്തിയിട്ട് വേണം അപ്പയെ കാണിക്കാൻ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതാണ് നമ്മുടെ ലോകം. ഇതൊന്നും അറിയുന്നില്ല, ഇന്നത്തെ തലമുറ അറിയുന്നില്ല. എല്ലാവർക്കും അവരുടെ മക്കൾ വലിയ സംഭവം. ഈ പറയുന്ന ഉസ്താദേ എന്റെ മക്കളെ കുറിച്ചല്ല എന്ന് ധരിക്കുന്നവരെ നിങ്ങളെ കുറിച്ച് തന്നെയാണെന്നാണ് ഞാൻ ഈ പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കാനാണ് ഈ പറയുന്നത്. നമ്മുടെ മക്കളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഇത് ലോകം മോശപ്പെട്ട ലോകമാണ്. 100-ൽ 46% വിദ്യാർത്ഥികളും ലഹരിക്കടിമപ്പെട്ടിരിക്കുന്നു. പുതിയ കണക്കാണ്, 46%. ഇന്ത്യയിൽ ഉൽപ്പാദിക്കപ്പെടുന്ന പുകയില ഉൽപ്പന്നങ്ങളിൽ 16% ഉപയോഗിക്കുന്നത് ഈ കൊച്ചു കേരളത്തിലാണ്. കേരളം സാക്ഷരതയിൽ ഒന്നാമതാണ്, ആരോഗ്യരംഗത്ത് ഒന്നാമതാണ്, എന്നാൽ അതേപോലെ തന്നെ ലഹരി ഉപയോഗത്തിലും ഒന്നാമതാണ്. മനസ്സിലാക്കണം, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ലഹരി ഉപയോഗത്തിലും കേരളം ഒന്നാമതാണ്. അതാണ് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ഹരിയാനയും പഞ്ചാബിനെയും ഒക്കെ കടത്തി വെട്ടി ഈ വിഷയത്തിൽ. നമ്മൾ മറ്റുള്ളതാകുന്ന ബംഗാളികളൊക്കെ ഇവിടെ വന്നിട്ട് മറ്റേ മുറുക്കാൻ ചവയ്ക്കുമ്പോൾ കാണുമ്പോൾ യുവന്മാരാണ് പെരുമ്പാവൂർ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് മൊത്തം യുവന്മാര് തന്നെ. യുവന്മാർ ഈ ചവയ്ക്കുന്ന പോലെ ലോകത്താരും ചവയ്ക്കുന്നില്ല. എന്നാൽ മനസ്സിലായിക്കോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടാൻ നമ്മുടെ മക്കളെ ഈ സാധനം അടിച്ചുകൊണ്ടിരിക്കും. ശരിക്കും ശ്രദ്ധിക്കണം. അല്ലാഹുവേ നീ കാക്കണേ അല്ലാ, ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. തങ്ങൾ ലോകാവസാനത്തിന്റെ അടയാളമായി പഠിപ്പിച്ചതാണ് അവസാന കാലഘട്ടമാകുമ്പോ കള്ളുകൂടി അധികരിക്കും സാബ, കള്ളുകൂടി വല്ലാതെ അധികരിക്കും സാബ. ആദരവായ പ്രവാചകനെ പറയുകയാണ്, മനുഷ്യരിബൽ ഖമറ യൻസിഉ മിൻഹുൽ ഈമാനു കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സഹാബത്തെ ഈമാൻ, തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഈമാൻ, മുസ്ലിമായ ഒരു വ്യക്തിക്ക് ഏറ്റവും കാതലല്ലയോ അവന്റെ വിശ്വാസം. ആ ഈമാൻ നിലനിർത്തുന്നതിന് വേണ്ടി 5 വഖ്ത് നമസ്കാരങ്ങളിലൂടെ 17 പ്രാവശ്യം നമ്മൾ റബ്ബിനോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് എന്നെ നീ അടിയുറപ്പിക്കണേ അല്ലാ. ചോദിച്ചു വാങ്ങിയതാകുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, ആ ഈമാൻ ഊരപ്പെട്ടു പോകുമേ. മനുഷ്യരിബൽ ഖമറ യൻസിഉ മിൻഹുൽ ഈമാനു കമാ യൻസിഉ ഖമീസഹു മിൻ റഅസിഹി. ഇട്ടിരിക്കുന്ന ഖമീസ് തലവഴി ഊരിയിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, ഹകദാ, ഇപ്രകാരം തലവഴി ഊരപ്പെട്ടു പോകുമേ ഈമാൻ. അല്ലാഹു നൽകിപ്പെട്ടിരിക്കുന്നതായ ഈമാൻ, പടച്ചറബ് നൽകിയിരിക്കുന്ന വിശ്വാസം, അത് പരിപൂർണമായി നഷ്ടപ്പെട്ടു പോകുമേ. കള്ള് കുടിക്കുന്നവനിൽ നിന്ന് ഹബീബുനാ റസൂലുള്ളാഹി ആദരമായ പ്രവാചകനെ പറയുകയാണ്, മനുഷ്യരിബൽ
الخمر بالنهار ظل مشركا ومن شرب الخمر بالليل بات مشركا. ആരൊരുവനെ പകൽ മദ്യപാനിയായോ രാവിലെ തന്നെ ബീവറേജിന്റെ മുന്നിൽ കൈവറച്ചുകൊണ്ട് കള്ളു കുടിക്കാതെ വയ്യ എന്ന് പറഞ്ഞ് ബീവറേജിന്റെ മുന്നിൽ മണിക്കൂറുകളോളം കടകൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാനം പിടിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്, മുസ്ലിം സഹോദരങ്ങളുണ്ട്, കൗമാരപ്രായത്തിലുള്ള സഹോദരങ്ങളുണ്ട്. നഊദു ബില്ലാഹ്. എവിടെയാണ് മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്നത്? ഓണത്തിനും ക്രിസ്മസിനും എന്ന് വേണ്ട ന്യൂ ഇയറിന്റെ രാവുകളിലുമൊക്കെ ആഘോഷത്തിർമുഖപ്പെടാൻ വേണ്ടി കള്ളു കുടിക്കാൻ വേണ്ടി തുനിയുന്ന ചെറുപ്പക്കാരെ, പഠിച്ചു വെക്കുന്ന പാഠമാണ്. ആദരവായ പ്രവാചകനെ പറയുകയാണ്, പകലിൽ മദ്യപിക്കുന്നവനെ നീ കാഫിറായി എന്നുള്ള വസ്തുത അറിയാതെ പോകരുത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വമൻ ശരിബൽ ഖമറ ബില്ലൈൽ ബാത മുശ്രികാ. രാത്രിയിൽ ആരോരും അറിയാതെ കൂട്ടുകാരും ഒന്നിച്ച് ഏതെങ്കിലും കടകളുടെ പിന്നാമ്പുറങ്ങളിൽ ഇരുന്നുകൊണ്ട് വട്ടമിട്ടിരുന്നുകൊണ്ട് സ്വറ പറഞ്ഞുകൊണ്ട് കള്ളു മോന്തുന്നവരെ, ലഹരി നുണയുന്ന ചെറുപ്പക്കാരാ, ഇൻജക്ഷൻ വെക്കുന്ന ചെറുപ്പക്കാരാ, സിറിഞ്ച് ഉപയോഗിച്ചുകൊണ്ട് മയക്കുമരുന്നുകൾ ശരീരത്തിലേക്ക് കുത്തിവെക്കുന്ന കലാലയങ്ങളിൽ പഠിക്കുന്ന ഹോസ്റ്റലിൽ പഠിക്കുന്ന പെങ്ങളെ, താമസിച്ചുകൊണ്ട് നിലകൊള്ളുന്ന സഹോദരിമാരെ, പഠിച്ചു വെക്കണേ. നീ രാത്രിയിൽ കറന്നുറങ്ങുന്നത് കാഫിറായിട്ടാണ് പോകുന്നത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. തീർന്നില്ല റസൂലുള്ള പറയുകയാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യശ്റബിൽ ഖമറ. ആരൊരുവൻ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരുണ്ടോ, ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടോ, മഹ്ശറയുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടോ, അവിടുത്തെ വിചാരണയെ കുറിച്ച് ഓർമ്മമുള്ള സഹോദരിമാരുണ്ടോ, ഫലാ യശ്റബിൽ ഖമറ. ലഹരി നുണയരുതേ, കുടിക്കരുതേ. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവർ ഫലാ യഖുദു അലാ മഇദത്തിൻ യുശറബു ഫീഹൽ ഖമറു. കള്ളു ഒഴിച്ചു കൊടുക്കപ്പെടുന്ന ബാർ ഹോട്ടലിലേക്ക് നീ പോകരുതേ, ഇരിക്കരുതേ. ഉസ്താദേ, ഞാൻ പോയത് കൂട്ടുകാർക്ക് ഒരുമിച്ച് ഒരു നേരം ഒരു വട്ടമിട്ടിരിക്കാൻ വേണ്ടിയാണ്, കുടിക്കാൻ വേണ്ടി പോയതല്ല. അവരോടൊപ്പം വെറുതെ പോയെന്ന് ജോയിന്റ് ആയതുള്ളൂ. ഞാൻ കുടിക്കലില്ല, ഇന്ന് വരെ കുടിച്ചിട്ടുമില്ല. പോകരുതെന്ന് പറഞ്ഞാൽ പോകരുത്. റസൂലുള്ളാഹിയുടെ വാക്കാണ്, ഫലാ യജ്ലിസ് അലാ മായിദത്തിൻ യുശറബു ഫീഹൽ ഖമറു. കള്ള് ഒഴിച്ചു കൊടുക്കപ്പെടുന്ന ഒരു ബാർ ഹോട്ടലിലേക്ക് പോകരുതേ. എത്രയോ യൂട്യൂബ് ചാനൽ വഴി ഇന്ന് ഷാപ്പിലെ കറി പ്രസിദ്ധമാണ്. ഷാപ്പിൽ നല്ല കുടംപുളിയിട്ടതാകുന്ന കറിയുണ്ട്, മീൻ കറിയുണ്ട്, വറ്റിവരച്ചതാകുന്ന നല്ല മുളകിട്ടതാകുന്ന മട്ടനുണ്ട് എന്ന് കരുതിക്കൊണ്ട് അത്തരത്തിലുള്ള ഹോട്ടലുകൾ പോയി ഞാൻ ആ കറി വാങ്ങാനാണ് പോയത് എന്ന് പറയരുതേ മുസ്ലിമേ. അത്തരത്തിലുള്ള ഷാപ്പുകളിലേക്ക് പോകലും ആ കറി വാങ്ങി നീ ഭുജിക്കലും അത് ഹറാമാണ്. ആദരവായ പ്രവാചകന്റെ അധ്യാപനമാണ്. 1400 വർഷം മുമ്പ് റസൂലുള്ളാഹി പറഞ്ഞത് ഇന്ന് ചാനലിലൂടെ ഷാപ്പിലെ കറി പ്രസിദ്ധമാണെന്ന് പറഞ്ഞ് പ്രസിദ്ധിപ്പെടുത്തുമ്പോൾ കുടിക്കാൻ പോകുന്നത് മുസ്ലിം സഹോദരിമാരാണ്, കുടിക്കാൻ പോകുന്നത് തട്ടമിട്ട മംഗമാരാണ്, കുടിക്കാൻ പോകുന്നത് ചെറുപ്പക്കാരാണ്. ഞങ്ങൾ കള്ളു കുടിച്ചില്ല ഉസ്താദേ, ഞങ്ങൾ കുമരകം ഷാപ്പിൽ പോയിട്ട് കേവലം മീൻകറിയാണ് കഴിച്ചത്, നല്ല കരിമീനിന്റെ ഫ്രൈ ആണ് കഴിച്ചത്, ഇന്ന ചാനലിലൂടെ കേട്ട അറിവാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോകരുതേ. അത്തരത്തിൽ കള്ള് വിതരണം ചെയ്യപ്പെടുന്നതായ സ്ഥലത്തേക്ക് നിങ്ങൾ പോകരുത്, ഇരിക്കരുതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി പറഞ്ഞതാണ്. നല്ല കുടംപുളി ഇട്ട സാധനമുണ്ട്, സാധനം വേണമെങ്കിൽ 2 പീസ് വേണ, നല്ല സാധനമാണ്. ഇതാണ് നമ്മുടെ കൗമ്. അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ. അവിടെ പോയി അടിക്കുക ഈ ഐറ്റം. വീട്ടിലൊന്നും ഒരു സാധനം വെക്കൂല, ഒക്കെ കടയെന്ന്. എന്നിട്ട് അസുഖങ്ങൾ പിടിച്ചിട്ട് വേഗം മയ്യത്താകുക. അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ. അതാണിപ്പോ അവസ്ഥ. മാരകമാകുന്ന ക്യാൻസർ, ഫാസ്റ്റ് ഫുഡ്, അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ ചെറുതല്ല. ഇന്ന് സമൂഹത്തിൽ എത്രയോ ആളുകൾ, മുസ്ലിം സമുദായത്തിലെ സഹോദര സഹോദരിമാർ രോഗികളാണ്. ഹോസ്പിറ്റലുകൾ തോറും കിടക്കാൻ നമ്മുടെ കൗമാണ് ഏറ്റവും കൂടുതൽ. എന്തുകൊണ്ട്? ഫാസ്റ്റ് ഫുഡ്. വീട്ടിലൊന്നും വെക്കൂല, അനങ്ങൂല. അല്ലാഹു എല്ലാവരും അല്ല, ചിലരുടെ കാര്യം അവര് റെഡിയാകാനാണല്ലോ വാഴുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യണ്ട, പുറത്തുനിന്ന് വാങ്ങണ്ട. ഇപ്പൊ പത്തിരിയുടെ ഒക്കെ മെഷീൻ തുടങ്ങിയപ്പോ പിന്നെ എല്ലാവരും പത്തിരി അവിടുന്ന്. ഇന്ന് അൽത്താഫിന്റെ അവിടെ വീട്ടിലായിരുന്നു ഫുഡ്, അൽത്താഫു അൻഷാദ് അല്ലേ, അങ്ങനെയല്ലേ ഓർമ്മ.
അർഷദ് എല്ലാം വീട്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പത്തിരി ലൈവിലാണ് പറയണ്ട, ലൈവിലുള്ള ഒരു കൊതി വിടും. നിങ്ങൾ കൊതി വിടില്ല എന്നറിയും. നല്ല തേങ്ങാച്ചോറ്, പിന്നെ ബീഫ്, ചിക്കൻ കറി, നാടൻ ചിക്കൻ അല്ലാത്ത ചിക്കൻ, പൊരിച്ചതും കരിച്ചതും ഒക്കെ വേറെ, പിന്നെ അതല്ലാതെ ഇടിയപ്പം, പത്തിരിയുടെ പല സൈസ്, ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുകയാണ് അവിടെ തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സാധുമാർ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, സാധുമാരും ഒക്കെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അള്ളാഹു കുടുംബത്തിൽ ബർക്കത്ത് നൽകട്ടെ. എന്താ ആമീൻ പറയാനും മടി, ഉറക്കെ പറയാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു അവർക്ക് നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. സാധാരണ അങ്ങനെയല്ല, എല്ലാ സാധനം കടയിൽ നിന്ന് വാങ്ങുകയാണ്. ഒരു കറി മാത്രം ഇവിടെ വെക്കും, അല്ലെങ്കിൽ അച്ചാറ് മാത്രം. അച്ചാറ് തന്നെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ബാക്കിയുള്ള ഐറ്റം എല്ലാം അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ ഇപ്പം എല്ലാം മെഷീൻ സമ്പ്രദായം ഒക്കെ മടിയായിപ്പോയി. അങ്ങനെ ആകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ പലതാണ്. നടുവിന് വേദന, അവിടെ വേദന, എന്താ സംഭവം? നേരെ നമ്മളെ ആരോഗ്യമില്ല, അത് വേറെ വിഷയം. ആരോഗ്യ സംരക്ഷണം വിശുദ്ധ ഇസ്ലാമിൽ മറ്റൊരു വിഷയം വെക്കും. നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്ക്, നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ക്രമീകരിക്ക്. മക്കൾ എന്താണ് കഴിക്കുന്നത്, എവിടെയാണ് പോകുന്നത്, എവിടെയാണ് അവന്റെ കൂട്ടുകാര്, എപ്പോഴാണ് വീട്ടിലേക്ക് വരുന്നത്, ഏത് സമയത്താണ് അവൻ പോയത്, എത്ര മണിക്ക് മദ്രസയിൽ പോയി, എപ്പോഴാണ് തിരിച്ചു വരുന്നത്. മക്കളെ എല്ലാവരെയും ശ്രദ്ധിക്കണം. ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും. നിങ്ങളുടെ ഇണകളിൽ ചിലർ, നിങ്ങളുടെ മക്കളിൽ ചിലർ നിങ്ങളുടെ ശത്രുക്കളാണ്. വിശുദ്ധ ഖുർആൻ മക്കളിൽ ചിലർ നിങ്ങളുടെ ശത്രുക്കളാണ്. ശരിക്കും ശ്രദ്ധിക്കണം. പറഞ്ഞ എല്ലാവരും ശത്രുവാണെന്നല്ല, ചിലപ്പോൾ എല്ലാവരും സാലിഹാകാം, ചിലപ്പോൾ ശത്രുവായേക്കാം. ഒരാൾ ശത്രുവായാൽ മതി, മൊത്തത്തിൽ പ്രശ്നം. ശത്രു എന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ സമ്പത്തിന് വേണ്ടി മാത്രമല്ല, നിന്റെ ആഖിറം നഷ്ടപ്പെടുത്തുന്ന മകനായി മാറും. അവിടെയാണ് വിഷയം. ആഖിറത്തിൽ ഈ വാപ്പ എന്നെ കരിക്കാനെങ്കിൽ പഠിപ്പിച്ചില്ല, പള്ളി വിട്ടില്ല, മദ്രസ വിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വാപ്പയുടെ നെഞ്ചത്ത് കയറി ഞാൻ നിൽക്കട്ടെ എന്ന് പറയും. ഖുർആനിന്റെ ആയത്തുണ്ട്, ഞാൻ ഈ വാപ്പയുടെ നെഞ്ചത്ത് കയറിയിട്ട് ഒരല്പം ആശ്വാസം കൊള്ളട്ടെ എന്ന് പറയുന്ന മക്കളുണ്ടാകും. അപ്പൊ ആഖിറത്തിൽ നിനക്ക് ശത്രുവായി മാറും. അതുകൊണ്ട് നീ ശ്രദ്ധിക്കണേ എന്ന് ഖുർആൻ. ഫഹ്ദറൂഹും, ആ മക്കളെ പ്രത്യേകമായി ഒന്ന് ഗൗനിക്കണമെന്ന് ഖുർആൻ. ഒരുപാട് 10-15 മക്കളുണ്ടെന്ന് പറഞ്ഞ് ഗരിമ അടിച്ചിട്ട് കാര്യമില്ല. നിനക്ക് ഗുണപ്പെടുന്ന മക്കളുണ്ടോ എന്ന് ഓരോ ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കണം. ഈ മകനെ കൊണ്ട്, ഈ മകളെ കൊണ്ട് എനിക്ക് ഗുണമുണ്ടോ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ റബീഉൽ അവ്വൽ വന്നപ്പോൾ മദ്രസയിലെ പരിപാടികൾ നമ്മുടെ മക്കളെ പങ്കെടുപ്പിച്ചു. പ്രവാചകന്റെ പ്രകീർത്തനം കൊണ്ടുള്ളതാകുന്ന ഒരു പദ്യം നമ്മുടെ മക്കൾ പാടിയിട്ടുണ്ട്. അതോ ഇപ്പോഴും പാലാപ്പള്ളി തിരുപ്പള്ളിയും പാടി നടക്കുകയാണോ? അതെല്ലാവർക്കും ഹൈഫളാണ്, ഫുള്ള് കാണാപ്പാടം. ഒരു ഫാത്തിഹ മകൻ ഓതുന്നുണ്ട്. ഖുർആൻ പാരായണ മത്സരത്തിൽ മകൻ കയറിയുന്ന നമ്മുടെ മക്കൾക്ക് എത്ര പാട്ടറിയാം? റസൂലുള്ളാഹിയെ കുറിച്ച് മദ്ഹ് ചെയ്തുകൊണ്ട് 2 പദ്യം വരുവോ? മക്കൾ പാടുവോ? നല്ലൊരു കവിത ചെല്ലോ, ഒരു മദ്ഹിന്റേതാകുന്ന ബൈത്ത് ചെല്ലോ. പരസ്യമായിട്ട് ചെല്ലാൻ എനിക്ക് മടിയാ, എന്നാ രഹസ്യമായിട്ട് ചെല്ലോ. മൂളിപ്പാട്ട് പാടുമല്ലോ നിങ്ങളുടെ മക്കൾ, ഇഷ്ടംപോലെ സിനിമാ പാട്ട് പാടുമല്ലോ, അനാവശ്യമാകുന്ന വർത്തമാനങ്ങൾ പറയുമല്ലോ. ഖുർആൻ ഓതാനുള്ള നാവ് നമ്മുടെ മക്കൾക്കുണ്ടോ? അനാവശ്യ വർത്തമാനങ്ങൾ പറയാനും, അനാവശ്യമാകുന്ന സ്ഥലങ്ങളിൽ കമന്റിടാനും, മോശപ്പെട്ടതാകുന്ന സംസ്കാരങ്ങൾക്ക് പിന്നിൽ പിന്നാമ്പുറങ്ങൾ തേടിക്കൊണ്ടു പോകാനും, എല്ലാം അശ്ലീലമാക്കപ്പെട്ടതാകുന്ന തലത്തിലേക്ക് WW അടിച്ചുകൊണ്ട് നെറ്റിന്റെ കണക്ഷൻ വരുത്തിക്കൊണ്ട് പോകാനും ഒക്കെ നമ്മുടെ മക്കൾക്കറിയാം. എന്നാൽ ഖുർആൻ ഓതാൻ അറിയില്ല, ദിക്ർ ചൊല്ലാൻ അറിയില്ല, മൗലിദ് ഓതാൻ അറിയില്ല, മാല മൗലിദുകളെ എതിർക്കാൻ നമുക്കറിയാം. നമ്മുടെ സമൂഹം എവിടെയാ നമ്മുടെ മക്കൾ എത്തിയിരിക്കുന്നത്? അത് ചിന്തിച്ചാൽ മതി. അപ്പൊ മനസ്സിലാവും നമ്മുടെ മക്കൾ ഗുണമാണോ ദോഷമാണോ എന്നുള്ളത്. ഇവൻ ആഖിറത്തിലേക്ക് എനിക്ക് ഗുണമാണോ എന്നുള്ളത് അവിടെ തിരിയും. പരിശുദ്ധമായ ഖുർആൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവൻ ലക്കും ഫഹ്ദറൂഹും. നിങ്ങളുടേതാകുന്ന മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണേ, അവരെ ഗൗനിക്കണേ. അവർ ചിലപ്പോൾ നിങ്ങളുടെ ശത്രുക്കളാകുമെന്ന് വിശുദ്ധമായ ഖുർആൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ലോകാവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ്. ആദരവായ റസൂലുള്ളാഹി പറയുകയാണ്, യുർഫഉൽ ഇൽമു, അറിവ് ജനങ്ങളിൽ നിന്ന് ഉയർത്തപ്പെടുമേ സ്വഹാബ, അറിവ് ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കപ്പെടുമേ. വയദ്ഹറുൽ ജഹലു, വിവരക്കേട് അധികരിക്കുമേ, അറിവില്ലായ്മ കൂടുമേ.
അത് ജനങ്ങൾക്കിടയിൽ പ്രകടമാകുമേ എന്നും ഹബീബുനാ റസൂലുള്ളാഹി. വയക്സുറു സിനാ, വ്യഭിചാരം അധികരിക്കും സഹാബ. വയക്സുറു ശുർബൽ ഖംരി, കള്ളുകുടിയും ലഹരിയും അധികരിക്കുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ധാരാളം അടയാളങ്ങളെ പരിശുദ്ധ പ്രവാചകൻ ഇങ്ങനെ എണ്ണിയിട്ടുണ്ട്. അതിൽ എണ്ണിയിട്ടുള്ള ഒരു 4 കാര്യം അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ശരിക്കും ശ്രദ്ധിക്കണേ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യുർഫഉൽ ഇൽമു, ലോകത്ത് നിന്ന് അറിവിനെ അല്ലാഹു ഇല്ലാതാക്കുമേ, അറിവുള്ളവർ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാകുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അറിവ് ഉയർത്തപ്പെടും. അറിവ് ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? റസൂലുള്ളാഹി മറ്റൊരു ഹദീസിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യന്റെ അകത്തളത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ളതാകുന്ന വിശുദ്ധമായ അറിവിനെ അവനിൽ നിന്ന് ഊരിക്കളയുകയാണോ? എന്താണ് ഈ അറിവ് ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ആശയം? قال رسول الله صلى الله عليه وسلم, നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യൻതസിഉഹു മിനൽ ഇബാദ് വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ حتى اتخذ الناس رؤوسا جهالا فسئلوا فأفتوا بغير علم فضلوا وأضلوا. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷം മുമ്പ് ഓർമ്മപ്പെടുത്തിയതാ, ലോകാവസാനത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അറിവ് ലോകത്ത് നിന്ന് ഉയർത്തപ്പെടുമേ. അറിവ് ഇല്ലാതാക്കപ്പെടുന്നത് ഏത് നിലക്കെന്നറിയുമോ? ആദരവായ പ്രവാചകനെ പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യൻതസിഉഹു മിനൽ ഇബാദ്. അറിവുള്ളതാകുന്ന സമുന്നതരായ ആളുകളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് അറിവിനെ അല്ലാഹു നേരിട്ട് ഊരിയെടുക്കുകയല്ല, മറിച്ച് വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ. അറിവ് ഇല്ലാതാക്കപ്പെടുന്നത് സമൂഹത്തിൽ സമുന്നതരാകുന്ന പണ്ഡിതന്മാർ ഈ ലോകത്ത് നിന്ന് വഫാത്താകുന്നതിലൂടെയാണ്, അവരുടെ ആത്മാവിനെ പിടിക്കലിലൂടെയാണ്. ആലിമീങ്ങളുടെ ആത്മാവിനെ പിടിക്കുന്നതിലൂടെ അറിവുള്ളതാകുന്ന മഹത്തുക്കളുടെ ഖാദിമാരുടെ മുദർരിസന്മാരുടെ ഇമാമിയങ്ങളുടെ ഇമ്മത്തുകളുടെ അറിവിനെ പിടിക്കപ്പെടുന്നത് അവരുടെ റൂഹിനെ പിടിക്കുന്നതിലൂടെയാണ്. അവരുടെ മരണത്തോടുകൂടിയാണ് അറിവ് ഉയർത്തപ്പെടുക എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അപ്പോൾ അങ്ങനെയാണ് അറിവ് ഉയർത്തപ്പെടുക. അങ്ങനെ ആലിമീങ്ങളെ ഉയർത്തപ്പെടുകയാണ്. ആലിമീങ്ങളെ ഉയർത്തുന്നു, അവരുടെ റൂഹിനെ കൊണ്ടുപോകുന്നു, അവരെ മരിപ്പിക്കുന്നു. എത്രയോ സമുന്നതരാകുന്ന പണ്ഡിതന്മാർ നമുക്ക് മുമ്പ് ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്, അല്ലേ? എത്രയോ നല്ല സമുന്നതരായ പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ പണ്ഡിതന്മാർക്കുള്ളതാകുന്ന അറിവ് ശേഷമൊഴുന്നതാകുന്ന പണ്ഡിതന്മാർ ഇക്കാലഘട്ടത്തിലുള്ളവർക്കില്ല. ഇക്കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരുടെ അറിവ് ഇനി വരാനിരിക്കുന്നവർക്കും ഉണ്ടാവുകയില്ല. അങ്ങനെയാണ് കാലഘട്ടത്തിനനുസൃതമായി അറിവ് ഇല്ലാതാകും, വലിയ വലിയ ആലിമീങ്ങളെ വഫാത്താക്കുന്നതിലൂടെ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് ഇൽമു ഉയർത്തപ്പെടുക. എന്നിട്ടോ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹത്താ ഇത്തഖദന്നാസു റൂസൻ ജുഹാലാ. അറിവില്ലാത്ത വിവരമില്ലാത്ത വിവരദോഷികളെ ജനങ്ങൾ തലയിലേറ്റി നടക്കുമത്രേ. അവർക്ക് വലിയ അറിവുണ്ടെന്നുള്ള ധാരണയിൽ വ്യാജസിദ്ധന്മാരെ ജനങ്ങൾ കൊണ്ട് നടക്കുമേ. ഫസുഇലൂ, അവരോട് മസലകൾ ജനങ്ങൾ ചോദിക്കുകയാണ്. അവർ ഫത്വ നൽകുകയാണ്, ജനങ്ങൾക്ക് മറുപടി നൽകുകയാണ്. അതിലൂടെ ജനങ്ങളെ പിഴപ്പിക്കുകയാണ്, അവരും സ്വയം പിഴയ്ക്കുകയാണ് എന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി.
അറിവില്ലാത്ത ആളുകളെ സമൂഹം തലയിലേറ്റ് നടക്കും, അവരോട് മസ്അല ചോദിക്കും, അവർ കൊടുക്കുന്ന മസ്അല അനുസരിച്ച് ജനങ്ങൾ അമൽ ചെയ്യും, ജനങ്ങൾ പിഴച്ചു പോകാൻ കാരണമാകും. ഫത്വ പറഞ്ഞതാകുന്ന വ്യക്തിയും പിഴയ്ക്കുന്നു, മറുപടി കൊടുക്കപ്പെട്ടവർ അതനുസരിച്ച് അമൽ ചെയ്തവരെ പിഴച്ചു പോകുന്നു. ഇത് നടക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സമകാലിക സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കി. പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂർ എന്ന് പറയുന്ന ദേശത്തേക്ക് എറണാകുളത്തുള്ളതാകുന്ന പെരുമ്പാവൂരുള്ള ഒരു സഹോദരൻ നേരെ ചെല്ലുന്നു. ആ സഹോദരൻ അവിടെയുള്ള ഭഗൽ സിംഗും ലൈല ദമ്പതികൾക്കും ക്ലാസ് എടുത്തു കൊടുക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാവണമെങ്കിൽ 2 സ്ത്രീകളെ നിങ്ങൾ ബലി കഴിക്കണം, നരബലി നടത്തണം. ഫത്വ കൊടുക്കുക, നല്ല ഫത്വ. എന്നിട്ടെന്തായി? റോഷിലി അതുപോലെ തന്നെ പത്മ എന്ന് പേരുള്ളതാകുന്ന 2 സഹോദരിമാരെ കൊണ്ടുവന്ന് മൃഗീയമായ നിലയിൽ അവരെ കൊന്നു കളയുന്നു. അവരുടെ കഴുത്ത് മുറിക്കുന്നു, അവരുടെ മാറിടം മുറിക്കുന്നു, അവരുടെ ശരീരത്തിന്റെ അവയവങ്ങൾ, പല അവയവങ്ങളും ആന്തരിക അവയവങ്ങളും ഒക്കെ ദിവസങ്ങളോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ആവശ്യാനുസരണം എടുത്ത് കറി വെച്ച് തിന്നുന്നു. അവരുടേതാകുന്ന മാറിടവും അവരുടേതാകുന്ന കഴുത്തിടവും ഒക്കെ മുറിച്ചിട്ട് അതിങ്ങനെ നെഞ്ചിലൂടെ രക്തം വാർന്നൊഴുകി യോനിയിലൂടെ ഒഴിക്കുന്നതാകുന്ന രക്തം പാത്രത്തിലാക്കിയിട്ട് അതുകൊണ്ട് ദിവസങ്ങളോളം പൂജാകർമ്മങ്ങൾ നടത്തുന്നു. എന്തിനു വേണ്ടി? ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകാൻ വേണ്ടി. എവിടെയാണ് ലോകമെത്തി നിൽക്കുന്നത്? നമ്മൾ ചിന്തിക്കണം. പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ, ഈ പുണ്യമാക്കപ്പെട്ട വസന്തത്തിൻ്റെതാകുന്ന മാസത്തിൽ തന്നെ പരിശുദ്ധ പ്രവാചകന്റെ ജന്മദിനത്തോട് അനുബന്ധിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഈ മതവിജ്ഞാന വേദിയിൽ വെച്ചുകൊണ്ട് കോതമംഗലം താലൂക്കിലുള്ളതാകുന്ന പ്രിയപ്പെട്ട നെല്ലിക്കുഴി പഞ്ചായത്തിലുള്ളതാകുന്ന കുരുമ്പിനാമ്പാറയിലുള്ള സഹോദരങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, സഹോദരിമാർ അറിഞ്ഞു വെക്കണം. 1400 വർഷം മുമ്പ് മുത്തുനബി ഇസ്ലാമിക ദഅവത്തുമായി കടന്നു വരുമ്പോൾ ഉണ്ടായിരുന്ന 6-ാം നൂറ്റാണ്ടിന്റെ കാട്ടാളന്മാരാകുന്ന ഡാർക്കേജ് എന്ന ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചതായ ഏറ്റവും മോശപ്പെട്ടതാകുന്ന നികൃഷ്ടമാക്കപ്പെട്ട ആ കാലഘട്ടത്തിലേക്ക് ഈ സമൂഹം തിരിച്ചു പോവാൻ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആ കാലഘട്ടമല്ല, അതിനും അപ്പുറം മോശമായ ചില പ്രവർത്തനങ്ങളിലാണ് ഇന്ന് സമൂഹം എത്തിയിരിക്കുന്നത്. സത്യത്തിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾ നമ്മൾ നിർത്തിവെക്കാൻ പാടില്ല, തുടങ്ങിക്കൊണ്ടേയിരിക്കണം, ഒരിക്കലും നിർത്താൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം ജനങ്ങൾ വീണ്ടും അറിവില്ലായ്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് വ്യാജ സിദ്ധന്മാരാണ്. സമൂഹത്തിൽ വലിയ അറിവുള്ളവരായി ചമയുകയാണ് ചിലർ. അവർ പറഞ്ഞു കൊടുക്കുന്നതാകുന്ന വാക്കുകൾ കേട്ടുകൊണ്ട് ഒരു വിലയുമില്ലാതെ, ഒരു ദാക്ഷിണ്യവുമില്ലാതെ 2 സ്ത്രീകളെ, പാവപ്പെട്ട സ്ത്രീകളെ കൊണ്ടുവന്ന് കുരുതി കൊടുക്കുന്നു, നരബലി നടത്തുന്നു. എവിടെയാണ് നടക്കുന്നത്? ലോകത്ത് മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ നടക്കുന്നതിനെ കുറിച്ചല്ല. അമേരിക്കയിലും ചൈനയിലും ഒക്കെ ഇത്തരത്തിലുള്ള കുരുതികൾ ഇന്ന് നടക്കുന്നുണ്ട്. സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി ചരിത്രം നിങ്ങൾ പരിധി നോക്കി. അവിടുത്തെ കഥയല്ല നമ്മൾ ഈ പറയുന്നത്. ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ തൊട്ടടുത്ത ജില്ലകൾ നടക്കുന്ന സംഭവങ്ങളാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാം. എന്താണ് നമ്മുടെ അവസ്ഥ? ഇന്നും ചാനലുകളിൽ നിലയ്ക്കാത്ത രാത്രികളുടെ ചർച്ചകൾ അത് തന്നെയാണ്. കാരണം ദിവസങ്ങളോളം മാസങ്ങളോളം ചർച്ച ചെയ്താലും തീരൂല. അത്ര വലിയ കിരാതമാകുന്ന വാഴ്ചയാണ് നടന്നിട്ടുള്ളത്. നായയെ കൊണ്ടുവന്ന് മണപ്പിക്കുന്നു. എവരൊക്കെയാണ് ഇവരുടെ ശരീരത്തിൻ്റെതാകുന്ന അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി കുഴിച്ചിട്ടുള്ളത്? 19 പ്രാവശ്യമായി ശരീരത്തിന്റെ അവയവങ്ങൾ ഇഞ്ചിഞ്ചായി മഴുമുഖേനെ, കോടാലി മുഖേന വെട്ടി നുറുക്കി കഷ്ണമാക്കി അതിൽ നിന്ന് നല്ല പീസുകളും ആന്തരിക അവയവങ്ങളും ഒക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ദിവസങ്ങളോളം അത് വേവിച്ച് തിന്നാൻ. ഒരു വർഗത്തിൽപ്പെട്ടതാകുന്ന ജീവിയും മറ്റൊരു അവന്റെ വർഗത്തിൽപ്പെട്ടത് ഇത്തരത്തിൽ ചെയ്യുകയില്ല. മനുഷ്യനല്ലാതെ മനുഷ്യൻ എത്ര മോശമായ പ്രവർത്തനമാണ് ചെയ്തിരിക്കുന്നത്. അവന്റെ വർഗത്തിൽപ്പെട്ട തന്നെ സാധനത്തെ കഴിക്കാൻ അള്ളാഹു മളക്കാക്കട്ടെ. വിവേചിഞ്ഞ എന്തിനു വേണ്ടി? സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി. എന്തുകൊണ്ടാണ് ഇതുണ്ടായത്? തങ്ങൾ പറഞ്ഞതാണ്, അറിവ് ജനങ്ങളിൽ നിന്ന് ഉയർത്തുകയാണ്. അവസാന കാലഘട്ടമാകുമ്പോ അറിവില്ലാത്തവർ ലോകത്ത് വരുമേ, വിവരക്കേട് അധികരിക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹത്താ ഇത്തഖവന്നാസു റൂസൻ
ജുഹാല. നല്ല നല്ല ആലിമീങ്ങൾ, പണ്ഡിതന്മാര്, സാദാത്യങ്ങൾ ഈ ലോകത്ത് നിന്ന് ഉയർത്തപ്പെടുകയാണ്. അവരുടെ ആത്മാവിനെ പിടിക്കപ്പെടലൂടെ നല്ല നല്ല അറിവുകൾ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാവുകയാണ്. പിന്നീട് മോശപ്പെട്ടതാകുന്ന വ്യാജ സിദ്ധന്മാര് ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോ അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് എന്തും ചെയ്യാൻ ജനങ്ങൾ നിർബന്ധിതരാവുകയാണ്. വിവരമില്ലാത്ത കൗമായി ലോകം മാറിപ്പെടുകയാണ്, മാറ്റപ്പെടുകയാണ്. ആദരവായ പ്രവാചകൻ പറയുന്നു, അവരോട് ജനങ്ങൾ കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വേണം, ഞങ്ങൾക്ക് നല്ല ഒരു വാഹനം വേണം, നല്ല ഒരു വീട് വേണം, നല്ല കുടുംബ പശ്ചാത്തലം വേണം, എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോ വിവരക്കേടാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ ആളുകളെ കൊല ചെയ്യലേ വഴിയുള്ളൂ. ആദ്യത്തെ സ്ത്രീയെ കൊന്നു കുഴിച്ചു മൂടിയിട്ട് പോലും ഞങ്ങൾക്ക് ഐശ്വര്യമില്ല എന്ന് കുടുംബക്കാർ പരാതിപ്പെട്ടപ്പോൾ പകൽ സിംഗും ലൈലയും ദമ്പതിമാർ മാറി മാറി പറഞ്ഞപ്പോൾ ഒരാളെ കൂടി കുരുതി കൊടുക്കൽ നിർബന്ധമാണ്. കുടുംബത്തിന്റെ ശാപമാണ് നിങ്ങൾക്ക് ഐശ്വര്യം നൽകാത്തതെന്ന് വീണ്ടും സിദ്ധൻ പറയുകയാണ്. ഈ വാക്ക് കേട്ടുകൊണ്ട് വീണ്ടും അവർ കിരാതമാകുന്ന മോശമാകുന്ന പ്രവണതയ്ക്ക് തുനിയുകയാണ്. നഊദു ബില്ലാഹ്. അവരും പിഴച്ചു പോകുന്നു സഹാബ. അവർ ജനങ്ങളെ പിഴപ്പിക്കുകയാണ് ഈ മോശമായ പ്രവണതയിലൂടെ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി 1400 വർഷം മുമ്പ് ആദരവായ പ്രവാചകനെ പറഞ്ഞതാകുന്ന വാക്കുകൾ ഇന്ന് നേർക്ക് നേരെ പുലർന്നില്ലയോ സഹോദരങ്ങളെ? ആ പ്രവാചകന്റെ പ്രവചനങ്ങൾ ഇന്ന് നേർക്ക് നേരെ നാം പുലർന്നതായി കാണുകയല്ലയോ? തീർന്നില്ല. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. വയക്സുറു സിനാ വയക്സുറു ശുറുബിൽ ഖംരി. വ്യഭിചാരം അധികരിക്കും സഹാബ, വ്യഭിചാരം അധികരിക്കും സഹാബ. ഈ ലോകത്ത് വല്ലാതെ കൂടുമേ. ലോകാവസാനത്തിന്റെ അടയാളമായി ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി അധികരിച്ചില്ലേ? ഷാഫി എന്ന് പറയുന്ന ഈ സഹോദരൻ പരസ്യമായി ലൈല എന്ന് പറയുന്നതാകുന്ന ഭഗൽ സിംഗിന്റെ ഭാര്യ അവന്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വിചരിച്ചു എന്നാണ്. എന്തിനാത്? സാമ്പത്തിക അഭിവൃദ്ധിക്ക്. ലോകത്തിന്റെ അവസ്ഥ എന്താണ് മനുഷ്യരുടെ ബോധം? സ്വന്തം ഭാര്യ മറ്റൊരുത്തിന് പങ്കിടാൻ കൊടുക്കാൻ എന്തിന്? സാമ്പത്തിക അഭിവൃദ്ധി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എവിടെയാണ് ലോകം എത്തി നിൽക്കുന്നത് ചിന്തിക്കണം. വയക്കുസുറു സിന, പ്രവാചകൻ പറഞ്ഞത് നേർക്ക് നേരെ പുലർന്നു കാണുക. വ്യഭിചാരം അധികരിക്കുന്നു. എത്രത്തോളം? സ്വന്തം ഭാര്യയെ പരസ്യമായി സ്വന്തം മുന്നിൽ വെച്ചുകൊണ്ട് മറ്റൊരുത്തിന് പങ്കുവെക്കാൻ കൊടുക്കുന്ന കാലഘട്ടം. സാമ്പത്തിക അഭിവൃദ്ധി, കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവുക, കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അറുതി വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇജ്തനിബൂ അസ്സബഅൽ മൂബിഖാത്ത്. ആദരവായ പ്രവാചകന് പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സ്വഹാബ വൻപാപങ്ങളെ ശ്രദ്ധിക്കണേ സ്വഹാബ, 7 വൻപാപങ്ങളെ ശ്രദ്ധിക്കണേ സ്വഹാബ. ഇജ്തനിബൂ അസ്സബഅൽ മൂബിഖാത്ത്, എല്ലാ നന്മകളെയും നശിപ്പിച്ചു കളയുന്നതായ 7 വൻപാപങ്ങൾ നിങ്ങൾ വെടിയണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഖാലൂ, സ്വഹാബത്തുടനെ ആദരവായ പ്രവാചകരോട് ചോദിക്കുകയാണ്, വമാ ഹുന്ന യാ റസൂലല്ലാഹ്, ഏതൊക്കെയാണ് റസൂലേ, ഏതൊക്കെയാണ് ഹബീബേ, ഒന്ന് പറഞ്ഞു തരുമോ ഹബീബേ? ആദരവായ പ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അശ്റുകു ബില്ലാഹ്, അശ്റുകു ബില്ലാഹ്. ആദ്യമായി പ്രവാചകനെ പഠിപ്പിച്ചതായ പാകം, ഏറ്റവും വലിയ പാതകമായി മുത്തുനബി പറഞ്ഞത് അള്ളാഹുവിനോട് പങ്കു ചേർത്തുള്ള ആരാധനയാണ്. ആരാധന അള്ളാഹുവിനോടല്ലാതെ വേറൊരാളോടും പാടില്ല. ആദരവും ബഹുമാനവും ആവാം,
ആരാധന വളരെ ശ്രദ്ധിക്കണം. സിനിമാ നടന്മാരുടെയൊക്കെ ഫാൻസ് അസോസിയേഷനുകളിൽ അംഗത്വം എടുത്തിട്ടുള്ളവർ പ്രത്യേകം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഫാൻസ് എന്ന് പറഞ്ഞാൽ ആരാധനയാണ്. ഞാൻ അവരുടെ ആരാധകനാണ്. ആ വാക്ക് തന്നെ പറയാൻ പാടില്ല. ഒരുപക്ഷെ നീ ആ അർത്ഥത്തിലല്ല ചിന്തിക്കുന്നതെങ്കിൽ പോലും ഗൗരവം ഏറിയ വാക്കാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ശിർക്കിന്റെ ഒരു ലാഞ്ചന വന്നാ മതി, ആരാധനയുടെ ഒരു ലാഞ്ചന വന്നാ മതി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ കുഫ്രിയത്തിലേക്ക് എടുത്തിടും. നിനക്ക് നരകമാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഖുർആനാണത്. അതുകൊണ്ട് ഒരൽപ്പം വന്നാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് വലിച്ചെറിയും. إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ഒഴികെ ബാക്കിയുള്ളതിനെ അല്ലാഹു പൊറുക്കുന്നവനാണ്. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കരുതേ. ആരാധന അല്ലാഹുവിനോടല്ലാതെ ലോകത്തൊരു സൃഷ്ടിയോടും പാടില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിരിക്കുകയാണ്. മദീനയിലാണ് സംഭവം. മുത്തുനബി വഫാത്തായി. സ്വഹാബത്ത് വല്ലാതെ വിറങ്ങലിച്ച് നിൽക്കുന്ന സമയമാണ്. മുത്തുനബിയോടുള്ളതാകുന്ന സ്നേഹത്തിൽ, ആ പ്രവാചകനോടുള്ള അനുരാഗത്തിൽ നിന്നതായ സ്വഹാബത്തിന് താങ്ങാൻ സാധിച്ചില്ല. വല്ലാത്ത വിഷമം. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വഫാത്തായിരിക്കുന്നത്. താങ്ങുന്നില്ല, മനസ്സിനൊരിക്കലും താങ്ങുന്നില്ല. വല്ലാത്തൊരു വിഷമം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആരെങ്കിലും മുത്തുനബി വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന്റെ കഴുത്ത് ഞാൻ വെട്ടുമത്രേ. അത്രയേറെ ദേഷ്യം എന്ന് പറഞ്ഞാൽ നബി വഫാത്തായി നമ്മോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, മനസ്സിനോട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണല്ലോ ഉറ്റവരും ഉടയവരും ഏറ്റവും അടുത്ത ആളുകൾ വഫാത്തായി കഴിയുമ്പോൾ വളരെ പ്രയാസമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ രീതിയിൽ വർത്തമാനം പറഞ്ഞു. സ്വഹാബത്ത് പല രീതിയിലായി. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് പല രീതിയിലും പല പാപത്തിലുമായി മാറിയത്രേ. ഒരു അനുയായി ആദരവായ പ്രവാചകന്റെ മരണവാർത്ത കേൾക്കുന്നത് തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ മകൻ വന്നുകൊണ്ട് പറയുകയാണ്, തുവഫിയ റസൂലുള്ളാഹ് തുവഫിയ ഹബീബുള്ളാഹ്. വാപ്പാ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചകർ വഫാത്തായിട്ടുണ്ട്. ഉപ്പാ ഇത് പറയേണ്ട താമസം ആ മനുഷ്യൻ ഉടനെ രണ്ട് കരങ്ങൾ ഉയർത്തുകയാണ്. ആകാശത്തിന്റെ അധിപനായ പടച്ചറപ്പിലേക്ക് രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ അഅ്മിനി ഹത്താ ലാ അറാ ബഅദ മുഹമ്മദിൻ അഹദാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇന്നലെ വരെ കണ്ടതാകുന്ന കണ്ണാണ് അല്ലാഹുവേ. ഇനി ലോകത്തൊരു സൃഷ്ടിയെയും ഈ കണ്ണുകൊണ്ട് എനിക്ക് നീ കാണണ്ട അല്ലാ. എന്റെ കാഴ്ചയെടുത്ത് കളയണേ അല്ലാ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പിനോട് രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മഅ്മിനി, അല്ലാഹുവേ എനിക്ക് നീ അന്ധത സമ്മാനിക്കണേ അല്ലാ. കാഴ്ച തരണമെന്നല്ല പറയുന്നത്, കാഴ്ച എടുത്തു കളയണേ അല്ലാ. ഹത്താ ലാ അറാ ബഅദ മുഹമ്മദിൻ അഹദാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടതായ ഈ കണ്ണിന് ശേഷം ഇനി മോശമാകുന്ന ഒരു കാഴ്ച എനിക്ക് കാണേണ്ട റബ്ബേ. ആ പ്രവാചകരില്ലാത്ത മദീനയിൽ എനിക്ക് കാഴ്ചയില്ലാതെ നടന്നാൽ മതി അല്ലാ. ഹബീബായ നബി തങ്ങളുടെ ജന
ജനാസ ആ പ്രവാചകർ വഫാത്തായി കിടക്കുന്നത് കാണാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഹബീബായ നബി തങ്ങളെ ജീവനോടുകൂടി കണ്ടതാകുന്ന കണ്ണാണ്. ഇനി ആ പ്രവാചകരുടെ വഫാത്ത് കാണാൻ എനിക്ക് പറ്റൂല. ആ പ്രവാചകരില്ലാത്ത ലോകം ഞാൻ ഇനി കാഴ്ചയില്ലാതെ ജീവിച്ചു കൊള്ളാം. അല്ലാഹുമ്മ അമിനി. തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ തന്റെ കയ്യിലിരിക്കുന്ന തൂമ്പ താഴെ വെച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്ത് തീരുന്ന താമസം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകൾക്കും പരിപൂർണമായി അന്ധത നൽകുകയാണ്. എന്താണ് ഈ കേൾക്കുന്നത്? ചോദിച്ചു വാങ്ങുകയാണ് സ്വഹാബത്ത്. അല്ലാഹുവേ, റസൂലുള്ളാഹി ഇല്ലാത്ത ഈ ലോകത്ത് എനിക്കിനി കാഴ്ച വേണ്ട അല്ലാ, എനിക്കിനി കാഴ്ച വേണ്ട അല്ലാ. എത്ര വലിയ പ്രേമമാണ് ഈ പറയുന്നത്, എന്തൊരു അനുരാഗമാണ് ഈ പറയുന്നത്. കാഴ്ച എടുത്തുപോയി. കാഴ്ചയില്ലാതെയാണ് പിന്നീട് അദ്ദേഹം മരണം വരെ വഫാത്ത് വരെ ജീവിച്ചത്. ചരിത്രമാണിത്. മനസ്സിലാക്കണം. നബിയോടുള്ള സ്നേഹം, നബിയോടുള്ള മഹബത്ത്. അതുകൊണ്ട് തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുത്തുനബി വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ കഴുത്ത് ഞാൻ വെട്ടും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വല്ലാത്ത വിഷമത്തിൽ നിൽക്കാൻ. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വരുകയാണ്. യാത്രയിലായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആദരവായ പ്രവാചകന്റെ സന്തത സഹചാരിയാണ്. എപ്പോഴും പ്രവാചകന്റെ ചാരത്തുള്ള വ്യക്തിയാണ്. ആ പ്രവാചകനെ പറഞ്ഞേച്ച ആവശ്യത്തിന് വേണ്ടി പോയി തിരിച്ചു വന്നതായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കേൾക്കുന്നത് തുവഫിയ റസൂലുള്ളാഹ്. കലഞ്ഞ് കരങ്ങിയതായ കണ്ണീരുമായി ബഹുമാനപ്പെട്ടവർ കടന്നു വരുകയാണ്. ആദരവായ പ്രവാചകനെ കാണുകയാണ്. ആ പ്രവാചകനെ ചുംബിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഹാല് മറിഞ്ഞിട്ട് നിലകൊള്ളുകയാണ്. ബഹുമാനപ്പെട്ടവർ ഉറക്കെ പറയുകയാണ്, ആരെങ്കിലും മുഹമ്മദിനെ ആരാധിക്കുന്നവരുണ്ടെങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത, തീർച്ചയായും മുഹമ്മദ് മരണപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും അല്ലാഹുവിനെ ആരാധിക്കുന്നവരുണ്ടെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ല. ഈ ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോഴാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സ്വബോധം വീണ് കിട്ടിയത്, ബോധത്തിലേക്ക് തിരിച്ചു വന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്നുള്ളതാകുന്ന വർത്തമാനം ഉൾക്കൊള്ളാൻ സാധിക്കാതെ വിഷമിച്ച് നിൽക്കാൻ ആരെങ്കിലും മുഹമ്മദിനെ ആരാധിക്കുന്നവരുണ്ട് എങ്കിൽ ഫൈന മുഹമ്മദൻ ഖദ് മാത, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതാ മരിച്ചിരിക്കുന്നു കേട്ടോ. ആരെങ്കിലും അല്ലാഹുവിനെ ആരാധിക്കുന്നുണ്ട് എങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, അല്ലാഹു ജീവിച്ചിരിക്കുന്നവനാണ്, അവന് മരണമില്ല പറഞ്ഞു കൊടുത്തു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഹാല് മാറിയത്, ബോധത്തിലേക്ക് തിരിച്ചു വന്നത്. നമുക്കും സംഭവിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്ന ആള് മരണപ്പെടുമ്പോഴുള്ള ഒരവസ്ഥയാണ്. അവർ മരണപ്പെട്ടു എന്ന് കേൾക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. അതാണ് അവസ്ഥ. അല്ലാഹു മുത്തുനബിയുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അവിടുത്തെ പൊരുത്തം അല്ലാഹു നമുക്കും ഈ സദസ്സിൽ വന്നു ചേർന്ന മുഴുവൻ സഹോദര സഹോദരിമാർക്കും അല്ലാഹു നസീബാക്കട്ടെ. റെഡിയായി നിൽക്കുക. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. എല്ലാ സദഖകളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ.